മാനവരാശി ഉണ്ടായത് മുതൽ ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും സന്താനോൽപാദനത്തിനും ലൈംഗിക ചോദനയ്ക്കും അപ്പുറം മനുഷ്യർക്ക് എന്തെങ്കിലും ചിന്തകളുണ്ടോ എന്ന് അന്വേഷണത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വന്നത്. അങ്ങനെ കാട്ടിൽ താമസിച്ചിരുന്ന മനുഷ്യർ നാടുകളിലേക്ക് വന്ന് നദീതീരങ്ങളിലേക്ക് വന്ന് സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ, ഭാഷയുണ്ടാക്കുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ, ആചാരങ്ങൾ ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായി ഗോത്രങ്ങളും ഗോത്രവർഗ്ഗങ്ങൾക്കും ഉണ്ടായി. അതിനിടയിലാണ് ഒരുപാട് ആചാര്യന്മാരും പ്രവാചകന്മാരും ഒക്കെ വന്ന് അവരുടേതായ അഭിപ്രായങ്ങൾ, ശീലങ്ങൾ ലോകത്തിന് പങ്കുവച്ചത്. ജൂതന്മാരുടെ കഥയെടുത്താലും ക്രിസ്ത്യാനികളുടെ കഥയെടുത്താലും ഇസ്ലാമിൻ്റെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും ആരുടെ കഥയെടുത്താലും ഇങ്ങനെ പലതും രൂപപ്പെട്ട് വരുന്നതിനിടയിലാണ് മതം എന്നൊരു കാര്യം കൂടി കയറി വന്നത്. അഭിപ്രായം എന്നൊരു അർത്ഥമുണ്ട് മതത്തിന്. അങ്ങനെ അഭിപ്രായം എന്ന വാക്കായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരുന്നു. എൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ എൻ്റെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും തമ്മിൽ പരിഗണിക്കുമ്പോൾ ഏത് അഭിപ്രായമാണ് നല്ലതെന്ന് എടുക്കുവാനും അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറയുന്നിടത്ത് മതം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതല്ല ലോകത്ത് സംഭവിക്കുന്നത്. 11ാം നൂറ്റാണ്ടിലും 13ാം നൂറ്റാണ്ടിലും ക്രിസ്ത്യാനികളെന്നും മുസ്ലിങ്ങളെന്നും പറഞ്ഞ് രണ്ട് വിഭാഗം ആളുകൾ ലോകത്താകെ വല്ലാതെ തല്ലുണ്ടാക്കി. നബി തിരുമേനി പറഞ്ഞതും പറയാത്തതുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ രംഗത്ത് വന്നു. യേശുദേവൻ സുവിശേഷം പോയി ലോകത്തിന് മുഴുവൻ എൻ്റെ സുവിശേഷം പറയണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റ് മതങ്ങളിലും മറ്റ് വിശ്വാസ പ്രമാണങ്ങളും ഉള്ളവരുടെ വീട്ടിലും അല്ലാതെയും പോയി പ്രേരിപ്പിച്ചും അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും ചൂഷണവും എല്ലാം എടുത്തുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് യേശുദേവൻ പറഞ്ഞില്ല. എൻ്റെ സുവിശേഷവും എൻ്റെ സ്നേഹപ്രകടനവും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അയൽക്കാരൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും അയൽക്കാരൻ്റെ എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം എന്നുകൂടി യേശു പറഞ്ഞു വച്ചു. യേശു ചിന്തകളിലൂടെ പോയി സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനിടയിൽ പല പള്ളികളിലും പോയി, ജൂതന്മാരുടെ പള്ളികളിലും പോയി അവിടെ കുടിച്ച് കൂത്താടി മതോന്മത്തമായി കിടക്കുന്ന എത്രയോ ആളുകളെ ചമ്മട്ടി കൊണ്ടും അതുപോലെ തന്നെ പല ആയുധം മീൻസ് ഈ സാധാരണ ഉപകരണങ്ങൾ കൊണ്ട് തല്ലി ഇറക്കി. അങ്ങനെയൊക്കെയാണ് യേശുദേവൻ ഈ ലോകത്തിന് സന്ദേശം നൽകിയത്. പക്ഷേ ആ യേശുദേവൻ്റെ പേരിൽ വന്ന പിൻഗാമികൾ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്നിപ്പോൾ പാലസ്തീൻ വിഷയം നോക്കൂ, ഇസ്രായേൽ വിഷയം നോക്കൂ, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ എത്ര സംഘർഷങ്ങൾ ലോകത്താകെ നടക്കുന്ന പോലെ ഹിന്ദുവിൻ്റെ പേരിൽ, മുസ്ലാമിൻ്റെ പേരിൽ, മുസ്ലിമിൻ്റെ പേരിൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് 40 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ എന്തുമാത്രം ആളുകളാണ് രക്തച്ചൊരിച്ചിലൂടെ മരിച്ചത്. ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾക്ക് ജീവിത സൗകര്യം കിട്ടിയാൽ പിന്നെ അവിടെ മറ്റൊരാളിന് വസ്തു വാങ്ങാൻ കഴിയില്ല, വീട് വെക്കാൻ കഴിയില്ല. എന്താണ് മണിപ്പൂരിലെ യഥാർത്ഥ പ്രശ്നം? രണ്ട് വിഭാഗം ആളുകൾ പരമ്പരാഗതമായി അവരുടെ പ്രദേശങ്ങൾ കൈവശം വയ്ക്കുകയും അവർ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നതാണ്. അതും അവിടെയും മതമാണ് വില്ലൻ. മതം എപ്പോഴാണ് കുഴപ്പമാകുന്നത്? മതം അധികാരത്തിലേക്ക് പോകുമ്പോഴാണ്. മതവും രാഷ്ട്രീയവും കൂടി ചേർന്ന് വരുമ്പോൾ തീർച്ചയായും അതൊരു മതവെറിയിലേക്ക് പോകും. രാഷ്ട്രീയ നേതാക്കൾ ഓരോ മതത്തെയും പ്രീണിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെടും. നമ്മളിത് കേരളത്തിൽ കാണുകയാണ്. NSS എന്നും SNDP എന്നും പല രൂപത്തിലുള്ള സാമുദായിക ജാതി മത സംഘടനകളെ വളരെ കൃത്യമായി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന രാഷ്ട്രീയ കൗശലം നമ്മൾ കാണുകയാണ്. ഇതെന്ന് മനസ്സിലാകാത്ത വളരെ തെറ്റായ ഒരുപാട് സംഘർഷങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാര മാർഗം? മതവെറി മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. മതം മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു എന്ന് മതം പറയുമ്പോൾ എവിടെയാണ് മതസംഘർഷം മനുഷ്യനിൽ നിന്ന് വേർതിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയാണിത് സംഭവിച്ചത്? മതം വേണമെന്ന് നിർബന്ധമില്ല മനുഷ്യർക്ക്. ഫിൻലാൻഡിൽ പോലെയുള്ള രാജ്യങ്ങളിൽ 60 മുതൽ 70% ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ അമ്പലങ്ങളിൽ പോകുന്നില്ല. എന്നാൽ സോവിയറ്റ് റഷ്യ തകർന്ന് പല ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും വന്ന് സോവിയറ്റ് റഷ്യ ചിഹ്ന ഭിന്നമായി ഉക്രൈൻ എന്നും റഷ്യൻ എന്നും പല രൂപത്തിലായപ്പോൾ ആദ്യം ആളുകൾ ഓടിക്കയറിയത് അടച്ചിട്ട പള്ളികളിലായിരുന്നു എന്നുള്ളതും അമ്പലങ്ങളിലുമായിരുന്നു എന്നുള്ളതും ചരിത്രത്തിലുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ആത്മീയ ദാഹത്തെ, ആത്മീയ ചിന്തയെ, ആത്മീയ ചോദനയെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും സന്താനോൽപാദനത്തിനും ലൈംഗിക ചോദനയ്ക്കും അപ്പുറം മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ആത്മീയത എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് എത്ര തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. അതിനെ ചൂഷണം ചെയ്യുന്ന ആൾ ദൈവങ്ങളുണ്ട്, ആൾ രൂപങ്ങളുണ്ട്.
കള്ളസ്വാമിമാരുണ്ട്, സന്യാസിമാരുണ്ട് ഒരു ഭാഗത്ത്. അപ്പുറത്തെടുത്താൽ ഒരുപാട് കള്ള സുവിശേഷകരുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഈ മതത്തെ മനുഷ്യർ ഉപയോഗിക്കുന്നത്. മറ്റൊരാളിൻ്റെ ദൗർബല്യമാണ്, മറ്റൊരാളിൻ്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് മതവെറിയിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്നു. അപ്പോഴും സനാതനധർമ്മം പോലുള്ള വിഷയങ്ങൾ ട്രൂ സ്പിരിറ്റിൽ പഠിച്ചാൽ ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും എതിർക്കുന്നതല്ല. പക്ഷെ അതൊന്നും പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള സംവിധാനവും നമ്മുടെ കാര്യത്തിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഗുരുദേവനായാലും ആലുവായിൽ നടത്തിയ സമ്മേളനത്തിൽ, ആലുവ സമ്മേളനം നടക്കുന്നത് വരെ ഗുരുദേവനും ധരിച്ചിരുന്നത് വിവിധ മതങ്ങൾ വലിയ കുഴപ്പമാണെന്നാണ്. അതേസമയം ആലുവ സമ്മേളനത്തിന് ശേഷം ഗുരുദേവൻ പറഞ്ഞത് ഓരോ മതക്കാരും അവരുടെ അഭിപ്രായം പറയട്ടെ, ശരി ഏതെന്ന് സമൂഹം എടുക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ഗുരുദേവൻ പറഞ്ഞു, ശിവഗിരിയിൽ സർവമത പഠന കേന്ദ്രം ആരംഭിക്കണം, എല്ലാ മതക്കാരും ഒന്നിച്ചിരിക്കണം, അവർ തമ്മിൽ സംവാദങ്ങൾ നടക്കട്ടെ, ജനങ്ങൾ നന്മയുള്ളതിലേക്ക് വരട്ടെ. പക്ഷെ ഒരു സംവാദവും നടന്നില്ല എന്ന് മാത്രമല്ല, ശിവഗിരിയിൽ അങ്ങനെ ഒരു പഠന കേന്ദ്രമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് നാമമാത്രമായി ഗുരുദേവൻ പറഞ്ഞതുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടായിരിക്കാം. ഞാൻ എന്തായാലും അവിടെ പോയിട്ടുണ്ട് പലവട്ടം, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു വലിയ വൈപുല്യവും വിപുലീകരണവും ഒന്നും നടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗുരുദേവൻ്റെ കാര്യങ്ങൾ ലോക പാർലമെൻറ്റും ഓസ്ട്രേലിയയിൽ ലോക സമാധാന പാർലമെൻറ്റും ഒക്കെ നടക്കുന്ന ഈ കാലത്തെങ്കിലും അതിനെക്കുറിച്ചും ശിവഗിരി ചിന്തിക്കണം. സർവ്വമതത്തെയിലെയും നന്മകളെയും തിന്മകളെയും ഒക്കെ മനുഷ്യർക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയണ്ടേ? പിന്നൊരു വളരെ വലിയൊരു പ്രശ്നം സെമറ്റിക് മതങ്ങളിൽ, അത് ഹിന്ദു മത വിശ്വാസികളിലോ സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല, ഒരുപാട് കാര്യങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതേസമയം സെമറ്റിക് മതങ്ങളിൽ ഒരു കാരണവശാലും പരിഷ്കരണം പറ്റില്ല. അത് ഏതോ കാലഘട്ടത്തിൽ എഴുതിയ അതേ കാര്യങ്ങൾ അതേപടി തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നിടത്തും ചില പ്രശ്നങ്ങളില്ലേ? ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരാളിൻ്റെ വിശ്വാസത്തെ, മറ്റൊരാളിൻ്റെ ചിന്തയെ, മറ്റൊരാളിൻ്റെ അഭിപ്രായത്തെ ഒരിക്കലും ശരിയോ തെറ്റോ എന്ന് ഞാൻ കയറി വിലയിരുത്തുന്നത് ശരിയല്ല. നിലവിൽ നാം സംസാരിക്കുമ്പോൾ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും താലിബാൻ തമ്മിൽ ഒരേ മതക്കാരല്ലേ? അവർ തമ്മിൽ എന്തുമാത്രം തല്ലും ബഹളവുമാണ് ഉണ്ടാക്കുന്നത്. ഇസ്രായേൽ പാലസ്തീൻ വിഷയം രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാൽ കൂടി മാറുന്നുണ്ട്. ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ നൈജീരിയയിൽ, കോൺഗോയിൽ, സുവാൻദാനിൽ പോലുള്ള പ്രദേശങ്ങളിലും മതവൈര്യത്തിൻ്റെ പേരിൽ നൈജീരിയൽ ക്രിസ്ത്യാനികൾ നിസ്സഹായരായ ആക്രമണത്തിന് ഇടവരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ കോങ്കോയിലെ ചില സംഘർഷങ്ങളും നിരോധകരമായ വിനാശങ്ങൾ, സുഡാൻ്റെ ആഭ്യന്തര യുദ്ധത്തിൽ മതവിഭാഗങ്ങളുടെ ഇടകലുന്നു, ആരാധനാലയങ്ങൾ കേടാക്കി, ന്യൂനപക്ഷ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് നമ്മൾ സുഡാനിൽ പോകുന്നത്. മ്യാൻമറിൽ റോഹിംഗ്യ വിഷയവും മതവർഗ സംഘർഷവും അവിടെ നടന്നു. ശ്രീലങ്കയിൽ, ഇന്ത്യയിൽ, അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങൾ, ഇറാനിൽ ക്രിസ്ത്യാനികൾ നല്ല പീഡനം അനുഭവിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പേരിൽ, മസ്ജിദിൻ്റെ പേരിൽ നിരവധി സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. മതശാലകളെ ആക്രമിക്കുന്നു. ദുൽഖാമിൽ പള്ളിയിൽ ബോംബാക്രമണം നടന്നു. ഓരോ സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ചിന്തകളും ചർച്ചകളുമാണ് ലോകത്ത് നടക്കുന്നത്. എന്തായാലും കഷ്ടമാണ് ലോകത്തിൻ്റെ അവസ്ഥ. മതവെറിയായി മാറുമ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റെന്ന് ആർക്കും ഒരു ഉത്തരവും കിട്ടുന്നില്ല.